ഹലോ എവരിവൺ, എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ജോഗ്രഫി എന്നൊരു സബ്ജക്റ്റിൽ എന്തൊക്കെ നമുക്ക് പഠിക്കണം, ആ സബ്ജക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ മൈക്രോ ടോപ്പിക്സ് എന്തൊക്കെ, സബ് ടോപ്പിക്സ് എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് ഹെഡിങ് അണ്ടർ ജോഗ്രഫി, അതായത് ക്ലൈമറ്റോളജി എന്ന് പറയുന്ന പോർഷൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്ലൈമറ്റോളജിയിൽ ഏറ്റവും ആദ്യം വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ബേസിക്സ്. ഏറ്റവും ബേസിക് ആയ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ക്ലൈമറ്റോളജി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് നമ്മുടെ ആ ഒരു ബേസിക് കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് സബ് ടോപ്പിക്സ് ജോഗ്രഫിയുടെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് പോലെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് വി ഹാവ് ബോത്ത് കോൺസെപ്ച്വൽ ആൻഡ് ഫാക്ച്വൽ കണ്ടന്റ്. നമുക്ക് കോൺസെപ്ച്വൽ കണ്ടന്റും ഫാക്ച്വൽ കണ്ടന്റും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കോൺസെപ്ച്വൽ കണ്ടന്റ് ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. സോ ആ കോൺസെപ്ച്വൽ കണ്ടന്റ് വരുന്ന ഈ ഒരു ഭാഗം എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിലെ ബേസിക് ആയ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ക്ലൈമറ്റോളജി. അപ്പോൾ ക്ലൈമറ്റോളജി ആസ് ദ നെയിം സജസ്റ്റ്, ഒരു സ്ഥലത്തെ ക്ലൈമറ്റിക് കണ്ടീഷനെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടാവുക. ഒരു സ്ഥലത്തെ ക്ലൈമറ്റിക് കണ്ടീഷനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് മേജർലി വരുന്നത്. ഒന്ന് ക്ലൈമറ്റും മറ്റൊന്ന് വെതറും. നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ, ഒന്ന് ക്ലൈമറ്റ്, മറ്റൊന്ന് വെതർ. അപ്പോൾ എന്താണ് ക്ലൈമറ്റ്, എന്താണ് വെതർ? ഈ രണ്ട് വാക്കുകളും സെയിം ആണോ, ഇവർ തമ്മിൽ വ്യത്യാസമുണ്ടോ? അത് നമുക്ക് ആദ്യം നോക്കാം. ക്ലൈമറ്റ്, വെതർ രണ്ട് വാക്കും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തെ കണ്ടീഷൻസിനെയാണ്. പക്ഷേ ഇഫ് യു ആർ കൺസിഡർ ദി കണ്ടീഷൻ ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം, ഒരു ചെറിയ ടൈം പീരീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കണ്ടീഷനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ചെറിയ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ മേ ബി ഒരു ദിവസമാവാം, 2 ദിവസമാവാം, ഒരാഴ്ചയോ ആവാം, അങ്ങനെ ചെറിയൊരു ഷോർട്ട് ടൈം പീരീഡ് വേണ്ടി കൺസിഡർ ചെയ്യുന്നത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്, വെദർ എന്ന് പറയുന്നത്. there we use the term weather. നമ്മൾ പൊതുവെ ന്യൂസിലൊക്കെ പറയുന്നത് കേട്ടില്ലേ, ടുഡേസ് വെദർ ഇസ് സണ്ണി, ടുഡേസ് ക്ലൈമറ്റ് ഈസ് സണ്ണി എന്നല്ല, ടുഡേസ് വെദർ ഇസ് സണ്ണി, ടുമോറോസ് വെദർ വിൽ ബി റെയിനി. ഇന്ന് ചൂടായിരിക്കും, ഇന്ന് വെച്ച് നാളെ ചൂടായിക്കൊള്ളുന്ന, നാളെ വേണമെങ്കിൽ മഴയാവാം. അപ്പോൾ ചെറിയൊരു ടേമിന് ടൈം പീരീഡ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ വി ആർ കൺസിഡർ ദി കണ്ടീഷൻ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, മേ ബി 20 years 50 years പോലുള്ള ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിനാണ് നമ്മൾ ക്ലൈമറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി സേ കേരള ഈസ് ഹാവിംഗ് എ മോഡറേറ്റ് ക്ലൈമറ്റ്. കേരളത്തിന് ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് ഉള്ളത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 50 വർഷത്തോളമായി നല്ല മോഡറേറ്റ്, അധികം ചൂടും അധികം തണുപ്പുമില്ലാത്ത മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. ഇനിയുള്ള 50 വർഷവും അധികം ചൂടും തണുപ്പും ഇല്ലാത്ത മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും എന്ന് പറയുന്നു. അപ്പൊ ഇതിനെ നമ്മൾ ഇത് പറയാം, കേരള ഇസ് ഹാവിംഗ് എ മോഡറേറ്റ് ക്ലൈമറ്റ്. അത് പെർമനന്റ് ആണ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അതാണ് എന്ത്, ഈ പറയുന്ന ക്ലൈമറ്റ് എന്നുള്ള വാക്കിനർത്ഥം. അപ്പോൾ വെദർ എന്ന് പറഞ്ഞാൽ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം എന്നുള്ള ബേസിക് കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് ബേസിക്സിൽ എർത്തിന്റെ ബേസിക് ആയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദി എർത്ത്, നമുക്കറിയാം എർത്തിന്റെ ഫോർമേഷനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ പറയില്ലേ, സോളാർ സിസ്റ്റം എന്ന് പറയുന്ന സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സും സണ്ണും അടങ്ങുന്ന ആ സിസ്റ്റത്തിലെ മൂന്നാമത്തെ പ്ലാനറ്റ് ആണ് എർത്ത്. നമുക്കറിയാം അല്ലെ, മെർക്കുറി, വീനസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളാണ് എർത്ത്. എർത്തിന്റെയും ഈ യൂണിവേഴ്സിന്റെ ഫോർമേഷനെ പറ്റി ധാരാളം തിയറീസും പോസ്റ്റുലേറ്റ്സും എല്ലാം പ്രസന്റ്ലി ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയി നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന തിയറിയാണ് എന്ത്, ബിഗ് ബാങ് തിയറി അല്ലെ. വി യൂസ് ദി ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്നാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായത് എന്ന് പറയുന്ന തിയറിയാണ് എന്ത്, ബിഗ് ബാങ് തിയറി. വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്നാണ് യൂണിവേഴ്സ് ഉണ്ടായത് എന്ന് പറയുന്നതാണ് എന്ത്, ബിഗ് ബാങ് തിയറി. അപ്പൊ എന്താ ബിഗ് ബാങ് തിയറി പറയുന്നത്, അതായത് ബില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ്, യൂണിവേഴ്സിന്റെ ഒക്കെ ഫോർമേഷന് മുമ്പ് ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിംഗുലാർ ആറ്റം ആയിരുന്നു. ഈ ആറ്റത്തിന് ഇൻഡെഫിനിറ്റ് മാസും ഇൻഡെഫിനിറ്റ് ഡെൻസിറ്റിയും ആയിരുന്നു പറയുന്നു. ദെൻ ഇറ്റ് എക്സ്പ്ലോഡഡ്. ആ എക്സ്പ്ലോഷനിൽ നിന്നാണ് ഇന്ന് കാണുന്ന പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടായതെന്നും ആ എക്സ്പ്ലോഷനിൽ നിന്നാണ് ഇന്നത്തെ യൂണിവേഴ്സ് ഫോം ചെയ്തതെന്നും ദാറ്റ് യൂണിവേഴ്സ് ഇസ് സ്റ്റിൽ എക്സ്പാൻഡിങ് എന്ന് പറയുന്നതുമാണ് എന്ത്, ബിഗ് ബാങ് തിയറി. അപ്പോൾ അങ്ങനെ എർത്ത് ഫോം ചെയ്തിട്ട് പറയപ്പെടുന്നത് ദി ഏജ് ഓഫ് എർത്ത് ഈസ് കൺസിഡർഡ് ടു ബി 4.6 ബില്യൺ ഇയേഴ്സ്. എർത്തിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 4.6 ബില്യൺ വർഷങ്ങളാണ് എർത്തിന്റെ പ്രായം എന്ന് പറയപ്പെടുന്നത്. എർത്തിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 4.6 ബില്യൺ ഇയേഴ്സ് ആണ്. ഈ 4.6 ബില്യൺ ഇയേഴ്സ് പ്രായമുള്ള എർത്തിന്റെ റേഡിയസ് നോക്കുകയാണെങ്കിൽ, we say it to be 6,400 kilometers. നമ്മൾ പറയുന്നത് എത്രയാണ്, 6,400 കിലോമീറ്റർ ആണ് എന്ത്, എർത്തിന്റെ റേഡിയസ്.
അത് അങ്ങനെ എടുത്ത് പറയുവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് എർത്ത്? എർത്തിന്റെ ഷേപ്പ് എന്താ? എർത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ്സ് നോട്ട് സ്പിയർ. എർത്തിന്റെ ഷേപ്പ് സ്പിയർ അല്ല, ഓവൽ ഷേപ്പ് എന്ന് പറയരുത്. എർത്തിന്റെ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ജിയോയിഡ് എന്നാണ്. ദ ഷേപ്പ് ഓഫ് ദി എർത്ത് ഈസ് ജിയോയിഡ്. അപ്പോൾ എന്താ ജിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിയോയിഡ് എന്ന് പറഞ്ഞ ഷേപ്പ് മീൻസ് ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് ഇറ്റ് ഇസ് കർവ്ഡ് അറ്റ് ദി ഇക്വേറ്റർ. ഓക്കെ, ജിയോയിഡ് എന്ന് പറഞ്ഞ ഷേപ്പ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് ഇറ്റ് ഇസ് കർവ്ഡ് അറ്റ് ദി ഇക്വേറ്റർ. ഒരു പരിധി വരെ പോൾസിൽ ഫ്ലാറ്റ് ആയിട്ടും ഇക്വേറ്ററിൽ കർവ്ഡ് ആയിട്ട് നിൽക്കുന്ന ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയാം? ജിയോയിഡ് എന്ന് പറയാം. ഓക്കെ, പോൾസിൽ ഫ്ലാറ്റൻഡ് ആയിട്ടും ഇക്വേറ്ററിൽ കർവ്ഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും ഒരുപോലെ ആയിരിക്കുമോ? എർത്തിന്റെ റേഡിയസ് എല്ലായിടത്തേക്കും ഒരേപോലെ ആയിരിക്കുമോ? ഇല്ല. ഇക്വേറ്ററിലേക്ക് കർവ്ഡ് അല്ലേ? ഇക്വേറ്ററിലേക്ക് എർത്തിന്റെ റേഡിയസ് ഇത്തിരി കൂടുതലായിരിക്കും, പോൾസിലേക്ക് എർത്തിന്റെ റേഡിയസ് ഇത്തിരി കുറവായിരിക്കും. ഇഫ് യു ലുക്ക് അറ്റ് ദി റേഡിയസ് ഓഫ് എർത്ത്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ടുവേർഡ്സ് ദി ഇക്വേറ്റർ ആൻഡ് ലെസ് ടുവേർഡ്സ് പോൾസ്. ഇക്വേറ്ററിലേക്ക് ഇത്തിരി കൂടുതലായിരിക്കും റേഡിയസ്, പോൾസിലേക്ക് റേഡിയസ് ഇത്തിരി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ എർത്തിന്റെ ഷേപ്പ് നമ്മൾ എന്ത് പറയണം? ജിയോയിഡ് എന്ന് പറയണം. ജിയോയിഡ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് കർവ്ഡ് അറ്റ് ദി ഇക്വേറ്റർ ആണ്. ആൻഡ് അത്തരത്തിൽ നോക്കുമ്പോൾ എർത്തിന്റെ റേഡിയസ് ഇസ് ഗ്രേറ്റർ ടുവേർഡ്സ് ദി ഇക്വേറ്റർ ആൻഡ് ലെസ് ടുവേർഡ്സ് ദി പോൾസ്. ഇക്വേറ്ററിലേക്ക് ഗ്രേറ്ററും പോൾസിലേക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ആവറേജ് റേഡിയസ് ആണ്. ആവറേജ് റേഡിയസ് ഇസ് അറൌണ്ട് 6400 കിലോമീറ്റർ. ഏകദേശം ആവറേജ് റേഡിയസ് നമുക്ക് പറയാവുന്നത് 6400 കിലോമീറ്റർ എന്ന രീതിയിലാണ് ആവറേജ് റേഡിയസ്. അപ്പോൾ ഇത് എല്ലായിടത്തേക്കും ഈക്വൽ അല്ല, ഇക്വേറ്ററിലേക്ക് കൂടുതലാണ്, പോൾസിലേക്ക് കുറവാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു മൊത്തത്തിൽ നമ്മുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് സംവെയർ അറൌണ്ട് 6400 കിലോമീറ്റേഴ്സ്. ഇനി എർത്തിനെ പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ, ഷേപ്പ് ജിയോയിഡ് എന്ന് പറഞ്ഞു. നമുക്കറിയാം എർത്ത് ഈസ് ഹാവിംഗ് ലോട്ട് ഓഫ് മൂവ്മെന്റ്സ്. പല ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് എർത്തിൽ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയി പറയുന്ന മൂവ്മെന്റ്സ് റൊട്ടേഷനും റെവല്യൂഷനും ആണെന്ന് നമുക്കറിയാം അല്ലെ. റൊട്ടേഷൻ റെവല്യൂഷൻ മാത്രമാണ് എർത്തിൽ സംഭവിക്കുന്ന മൂവ്മെന്റ് അല്ല, ഇതല്ലാതെ മൂവ്മെന്റ്സും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എർത്ത് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ദിസ് സോളാർ സിസ്റ്റം ഇറ്റ് സെൽഫ് ഈസ് മൂവിംഗ് ഇൻ ദി മിൽക്കി വേ ഗാലക്സി. സോളാർ സിസ്റ്റം മൊത്തത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്. അത് എർത്ത് മൂവ് ചെയ്യുന്നില്ലേ? അപ്പൊ ഉണ്ട്. ഈ മിൽക്കി വേ ഗാലക്സി യൂണിവേഴ്സിൽ കിടന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊപ്പം എർത്ത് മൂവ് ചെയ്യുന്നില്ലേ? ഉണ്ട്. പക്ഷെ നമ്മൾ സ്പെസിഫിക് ആയി പറയുന്ന നമുക്ക് സിഗ്നിഫിക്കന്റ് ആയി വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ആണ് വരുന്നത്. ഒന്ന് റൊട്ടേഷൻ ഓഫ് എർത്തും മറ്റൊന്ന് റെവല്യൂഷൻ ഓഫ് എർത്തും. അപ്പൊ റൊട്ടേഷൻ ഓഫ് എർത്ത് വെച്ച് നോക്കാം. എന്താ റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് സ്പിന്നിങ് ഓഫ് എർത്ത് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമിയുടെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റൊട്ടേഷൻ എന്ന് പറയുക. എർത്ത് ഈസ് സ്പിന്നിങ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. അപ്പൊ നോക്കണേ, എന്താണ് ആക്സിസ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മളുടെ എർത്ത് എങ്കിൽ ഇഫ് ദിസ് ഈസ് അവർ എർത്ത്, ഞാൻ നോർത്ത് പോളിൽ കൂടെ കടന്നു പോകുന്ന, എർത്തിന്റെ സെൻട്രലിൽ കൂടെ കടന്നു പോകുന്ന, സൗത്ത് പോളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരച്ചാൽ ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? വി കോൾ ദാറ്റ് ലൈൻ ടു ബി ആക്സിസ്. ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിസ് എന്ന് പറയാം. ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ദി ലൈൻ പാസിംഗ് ത്രൂ ദി നോർത്ത് പോൾ, പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ദി എർത്ത്, പാസിംഗ് ത്രൂ ദി സൗത്ത് പോൾ. ഈ ഫിഗറിൽ കാണാം ലൈൻ ആക്സിസ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലോബ് കണ്ടിട്ടുണ്ടാവും. ഗ്ലോബ് പൊതുവെ എങ്ങനെയാ? ഇങ്ങനെ രണ്ട് പോയിന്റ് വന്നിട്ട് ആ രണ്ട് പോയിന്റിലായിരിക്കും ആ ഗ്ലോബ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കറക്കുമ്പോൾ ഗ്ലോബ് കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ആ രണ്ട് പോയിന്റ്സ് ഇഫ് വി ആർ ജോയിനിങ് ഇറ്റ് ബൈ എ ലൈൻ, ഒരു ലൈനായിട്ട് നമ്മൾ താഴേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ആക്സിസ്. എന്നിട്ട് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ബേസിക്കലി ഓൺ ദിസ് ആക്സിസ് ബേസ്ഡ് ഓൺ വിച്ച് ദി എർത്ത് ഈസ് റൊട്ടേറ്റിംഗ്. റൊട്ടേഷനെ പറ്റിയൊക്കെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലെ. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ? ദാറ്റ് ഈസ് 24 hours. 24 മണിക്കൂറാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഒരു ദിവസമായി കണക്കാക്കുന്നത്. നമുക്കിവിടെ ഈ റൊട്ടേഷൻ റിസൾട്ട് ആയിട്ട് എന്താ ഉണ്ടാവുന്നത്? വാട്ട് ഡു വി ഹാവ് ദ റിസൾട്ട് ഓഫ് ദിസ് റൊട്ടേഷൻ? റൊട്ടേഷൻ റിസൾട്ട് ആയിട്ട് നമുക്കിവിടെ എന്തുണ്ടാവുന്നു? വി ഹാവ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് അല്ലെ, ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളാണ് സൺ എങ്കിൽ, ഞാനാണ് എർത്ത് എങ്കിൽ, നിങ്ങളെ ഫേസ് ചെയ്യുന്ന എന്റെ സൈഡ് ഏതാണ്? ഇപ്പൊ ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ ഇവിടെ മാത്രമേ വെളിച്ചമുള്ളൂ, നേരെ മറിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ വെളിച്ചമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ മാത്രം, ഇവിടെ ഡേ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും. ഞാൻ എർത്താണ്, ഞാൻ കറങ്ങുന്നോറും എന്റെ ഏതൊക്കെ സൈഡ് നിങ്ങളെ ഫേസ് ചെയ്ത് വരുന്നു അവിടെയെല്ലാം ഡേ വന്നുകൊണ്ടിരിക്കും, ഓപ്പോസിറ്റിൽ നൈറ്റ് വന്നുകൊണ്ടിരിക്കും. സോ ആസ് എ റിസൾട്ട് ഓഫ് റൊട്ടേഷൻ വി ഹാവ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഓൺ എർത്ത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എർത്തിൽ എല്ലാ പോയിന്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഈ എല്ലാ പോയിന്റും ഒരേ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇസ് ദി വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ സെയിം അക്രോസ് ഓൾ പോയിന്റ്സ് ഓൺ എർത്ത്? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എർത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സും സെയിം വെലോസിറ്റിയിലല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓൾ പോയിന്റ്സ് ആർ നോട്ട് റൊട്ടേറ്റിംഗ് അറ്റ് ദി സെയിം വെലോസിറ്റി.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലെറ്റ് us consider a point at the equator. നമുക്ക് ഇക്വേറ്ററിൽ ഒരു പോയിന്റ് നമുക്ക് നോക്കി നോക്കാം. If you consider a point at the equator, suppose ഇക്വേറ്ററിൽ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കാം. ഈ ഒരു പോയിന്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നപ്പോഴാ ഇതൊരു കംപ്ലീറ്റ്ലി ഇങ്ങനെ കറങ്ങി തിരിച്ചിവിടെ വരുമ്പോ നമുക്ക് പറയാം ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ പോൾസിൽ ഒരു പോയിന്റ് എടുക്കാം. ഈ പോയിന്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നപ്പോൾ അത് ഇത്രയും ദൂരം കറങ്ങി വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തു. രണ്ടുപേരും ഇപ്പൊ ഇക്വേറ്ററിലെ ആ ഒരു പോയിന്റും പോളിലെ ഒരു പോയിന്റും റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന 24 മണിക്കൂർ കൊണ്ടാണ്. പക്ഷെ ഇക്വേറ്ററിലെ ഒരു പോയിന്റ് നോക്കൂ, ഇത് ഇത്രയും ദൂരം കറങ്ങി വരണം 24 മണിക്കൂറിൽ. പോളിലെ ഒരു പോയിന്റ് 24 മണിക്കൂർ ഇത്രയും ദൂരം കറങ്ങി വന്നാൽ മതി. അപ്പൊ 24 മണിക്കൂർ കൊണ്ട് ഇക്വേറ്ററിലെ ഒരു പോയിന്റ് കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ പോൾസിലെ ഒരു പോയിന്റ് കുറവ് ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതിയാകും. അപ്പോൾ ആർക്കാണ് വെലോസിറ്റി കൂടുതൽ? ഇക്വേറ്ററിലെ ഒരു പോയിന്റാണ്. കാരണം അതാണ് ഒരു നിശ്ചയ സമയത്തുള്ള കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. പോൾസിൽ കുറവ് ദൂരം സഞ്ചരിക്കുന്നു. സോ വി ക്യാൻ സേ the rotation of velocity or the velocity of rotation of earth is greater at the equator and it's decreasing towards the poles. ഇക്വേറ്ററിൽ ഗ്രേറ്റർ ആണ്, ഇക്വേറ്ററിൽ പോൾസിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നു. Then എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡിറക്ഷൻ നോക്കാം. ഏത് ഡിറക്ഷൻ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റ് ടു വെസ്റ്റ് ആണോ വെസ്റ്റ് ടു ഈസ്റ്റ് ആണോ? ഐ ഹോപ്പ് എവരിവൺ നോസ് ദി ഡിറക്ഷൻ. ഡിറക്ഷൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇത് നോർത്ത്, ഇത് സൗത്ത് ആണെങ്കിൽ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ഇങ്ങനെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അത് ഓർത്ത് വയ്ക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കാറിലോ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മളാണ് മുന്നോട്ട് ചലിക്കുന്നത്. മുന്നോട്ട് നമ്മൾ ചലിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ അപ്പുറത്ത് സ്റ്റേഷനറി ആയി നിൽക്കുന്ന മരങ്ങളും ബിൽഡിങ്സ് എല്ലാം പുറകോട്ട് ചലിക്കുന്നതായിട്ട്. അവർ ശരിക്കും അനങ്ങുന്നുണ്ടോ? ഇല്ല, നമ്മളാണ് അനങ്ങുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നത് എന്താ? അവര് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതായിട്ട്. ഇനി നമ്മൾ എർത്തിന്റെയും സണ്ണിന്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന എന്താ? സൺ മൂവ്സ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. സൂര്യൻ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുന്നു. ശരിക്കും സൂര്യനാണോ പോകുന്നത്? അല്ല, നമ്മളാണ് പോകുന്നത്. നമുക്ക് എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നതാ. അപ്പൊ നമുക്ക് എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സൂര്യൻ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്നതായി തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറങ്ങുന്നത് എങ്ങനെയായിരിക്കും? വെസ്റ്റ് ടു ഈസ്റ്റ് ആയിരിക്കും അല്ലെ. സോ എർത്ത് ഈസ് സ്പിന്നിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പൊ റൊട്ടേഷനെ പറ്റി ഓർത്ത് വെക്കേണ്ട കാര്യം, സ്പിന്നിംഗ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് 24 hours to complete one rotation. ഡേയ്സ് ആൻഡ് നൈറ്റ്സ് റിസൾട്ട് ആയിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഫാൾസ് ഫ്രം ഇക്വേറ്റർ ടു പോൾസ്. ഇക്വേറ്റർ ടു പോൾസിലേക്ക് പോകുന്ന വെലോസിറ്റി കുറയാണ്. എർത്ത് റൊട്ടേറ്റിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് റെവല്യൂഷൻ ആണ്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നതാണ് എന്ത്? റെവല്യൂഷൻ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി വരുന്നതാണ് റെവല്യൂഷൻ. അപ്പൊ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് അർത്ഥമെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്ന് കറങ്ങുന്നതാണ് റൊട്ടേഷൻ. നേരെ മറിച്ച് ഞാനിങ്ങനെ സൂര്യന് ചുറ്റും മൂവ് ചെയ്ത് വരുമ്പോൾ അതിനെ പറയുന്നതാണ് എന്ത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ. ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നു. ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു പാത്തിൽ കൂടെയാണ്, ഒരു പ്രത്യേക വഴിയിൽ കൂടെയാണ്. ആ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർബിറ്റ്. ഇതൊക്കെ അറിയാതിരിക്കുമല്ലോ. എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ഇൻ ആൻ ഓർബിറ്റ്. ആ ഓർബിറ്റിന്റെ ഷേപ്പ് എലിപ്സ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് വിളിക്കും. Earth is revolving around the sun in an elliptical orbit. Ellipse എന്ന് പറഞ്ഞാൽ എന്താ? Ellipse is an elongated circle. ഒരു വലിച്ചു നീട്ടിയ സർക്കിൾ പോലെ നിൽക്കുന്നതാണ് എന്താ? എലിപ്സ്. അപ്പോ ഞാനിവിടെ സൺ ഇവിടെ നടുക്കുണ്ട്. എർത്തിന്റെ രണ്ട് പൊസിഷൻ വരച്ചു കഴിഞ്ഞാൽ എലിപ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് the distance between earth and sun is not constant. എർത്തും സൂര്യനും നമ്മൾ ഡിസ്റ്റൻസ് എലിപ്സിന്റെ കേസിൽ സെയിം ആയിരിക്കില്ല. അത് ചില കേസിൽ വളരെ അടുത്തായിരിക്കും, ചില കേസിൽ വളരെ അകലെയായിരിക്കും. ഇറ്റ് വിൽ ബി ക്ലോസർ അറ്റ് സം സ്റ്റേജ്, ഇറ്റ് വിൽ ബി ഫാർ അവേ അറ്റ് അതർ സ്റ്റേജ്. ചിലപ്പോൾ അടുത്തായിരിക്കും, ചിലപ്പോൾ അകലെയായിരിക്കും. സോ ബേസിക്കലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ കീപ്സ് ഓൺ ചേഞ്ചിങ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ നമ്മൾ ടൈപ്സ് പഠിക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞു തരാം. ഓക്കെ, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എത്ര ടൈം എടുക്കും? വി സേ 365 days. ടു ബി എക്സാക്ട് വി ക്യാൻ സേ 365.25 days എടുക്കും. 365.25 ദിവസം. കാൽ ദിവസം എന്ന് പറയുമ്പോൾ 6 മണിക്കൂർ. 365 ദിവസവും 6 മണിക്കൂറും. ഈ 6 മണിക്കൂറിനെ കൂട്ടിച്ചേർത്താണ് 4 വർഷം നമ്മൾ എന്താക്കുന്നത്? ലീപ് ഇയർ ആക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഡു വി ഹാവ് റിസൾട്ട് ഓഫ് ദിസ് റെവല്യൂഷൻ? റെവല്യൂഷൻ റിസൾട്ട് നമുക്ക് എന്തുണ്ട്? വി ഹാവ് സീസൺസ്. ചേർത്ത് നമുക്ക് സീസൺസ് ഉണ്ട് ഇതിന്റെ റിസൾട്ട് ആയിട്ട്. ഓക്കെ, അപ്പോൾ റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് 365.25 days ആണ്. സീസൺസ് ആണ് അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷൻ എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കണം. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിവ് എന്നർത്ഥം. ചരിവ്. ആർക്കാ ചരിവ്? ഭൂമി മൊത്തത്തിലൊരു ചരിവുണ്ട്. അതായത് ഞാൻ നേരത്തെ എർത്ത് വരച്ചപ്പോ ഇതാണ് എർത്തിന്റെ പോൾസ്, ഇങ്ങനെയാണ് എർത്ത് നിൽക്കുന്നതെങ്കിൽ ആക്സിസ് ഞാൻ ഇങ്ങനെയാണ് വരച്ചത്. ശരിക്കും ആക്സിസ് ഇങ്ങനെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയി നിൽക്കുകയല്ല. ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. അപ്പോൾ എർത്ത് ബേസിക്കലി ആ ഇൻക്ലൈൻഡ് ആക്സിസിൽ നിന്നാണ് കറങ്ങുന്നത്.
ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് പെൻ. ഈ പെൻ നോക്കൂ, ഈ പെന്നില് ടിപ്പ് വരുന്ന ഭാഗം നോർത്ത് പോൾ സൗത്ത് പോൾ ആണെങ്കിൽ ഇങ്ങനെയല്ല ആക്സിസ് നിൽക്കുന്നത്, ഇത് ഇത്തിരി ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഭൂമി ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് ഇത്തിരി കറങ്ങുന്നത്. നിങ്ങൾ ഗ്ലോബ് കാണുമ്പോൾ ഗ്ലോബിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറെ ഗ്ലോബൊക്കെ ഇങ്ങനെ ചരിഞ്ഞരിയിരിക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ലൈക്ക് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ, ചെറിയൊരു ഇൻക്ലിനേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കിയോ, ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിക്കൂ, ശരിക്കും എർത്തിന്റെ ആക്സിസ് ഇങ്ങനെയല്ല നിൽക്കുന്നത്, പകരം ഇൻക്ലൈൻഡ് ആണ്. എത്ര ഡിഗ്രി? ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി, 23 ഡിഗ്രി പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ ആംഗിൾ നോക്കുകയാണെങ്കിൽ 66 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ഇൻക്ലൈൻഡ് ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി വിത്ത് ദി പ്ലെയിൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. 23.5, 66.5 ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കണേ. അതെന്താണ്, എവിടെയാണ് നമുക്ക് ഇനി ആപ്ലിക്കേഷൻ വരും. സോ ഇതാണ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എർത്തിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ജിയോഡിക്കൽ ഷേപ്പ് ആണ്, 4.6 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്, 6400 ആണ് റേഡിയസ് എന്ന് പറയുന്നത്, റൊട്ടേഷൻ, റെവല്യൂഷൻ, ഇൻക്ലിനേഷൻ. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിൽ സീ റിഗാർഡിംഗ് തിങ്സ് ലൈക്ക് ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ് എക്സെട്രാ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ അടുത്തത് നമ്മൾ നോക്കുവാൻ പോകുന്നത് we are going to see regarding latitudes and longitudes. ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ ഗ്ലോബ്സോ അല്ലെങ്കിൽ മാപ്പോ നോക്കുമ്പോൾ അതിൽ ഒരുപാട് വേർട്ടിക്കലി ഹൊറിസോണ്ടലി റണ്ണിങ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ വേർട്ടിക്കൽ ഹൊറിസോണ്ടൽ റണ്ണിങ് ലൈൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്. സോ ഇതാണ് വേർട്ടിക്കലി റണ്ണിങ് എന്ന് പറയുന്നത്. വേർട്ടിക്കൽ റണ്ണിങ് എന്ന് പറയുമ്പോൾ ഫ്രം ടോപ്പ് ടു ബോട്ടം, നോർത്ത് ടു സൗത്ത് രീതിയിൽ പോകുന്നതാണ് വേർട്ടിക്കൽ. ഈസ്റ്റ് വെസ്റ്റ് പോകുന്നതാണ് എന്ത്? ഹൊറിസോണ്ടൽ. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുക. നോർത്ത് സൗത്ത് പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുക. സോ നോർത്ത് സൗത്ത് ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്, ഈസ്റ്റ് വെസ്റ്റ് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ്. അത് നമുക്കറിയായിരിക്കും. അപ്പൊ എന്താണ് ഈ ലാറ്റിറ്റ്യൂഡിന്റെ ലോഞ്ചിറ്റ്യൂഡിന്റെ പേർപ്പസ്? എന്തിനാണ് മനുഷ്യർ ഇത്തരത്തിലുള്ള കാര്യം മാപ്പിലൊക്കെ വരച്ചു വയ്ക്കുന്നത്? ഇതിന്റെ ഏറ്റവും ബേസിക് പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ടു ലൊക്കേറ്റ് പോയിന്റ്സ്. അതായത് പോയിന്റ്സിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് പേർപ്പസ്. പോയിന്റ്സിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സീ വെദർ ലൈക്ക് ഒരു പെർട്ടിക്കുലർ പൊസിഷൻ കൃത്യമായി മാർക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം പണ്ട് കാലം തൊട്ടേ ഷിപ്സ് വഴിയാണല്ലോ ട്രേഡ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഷിപ്സിനൊക്കെ ബേസിക് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അത്തരത്തിൽ കൃത്യമായ ലൊക്കേഷൻ മാർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ഏബിൾ ടു ഗിവ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്, ആ ലോകത്തിരിക്കുന്ന എവിടെ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ലൊക്കേഷൻ മാർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്. നോക്കുക, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് കോർഡിനേറ്റ് സിസ്റ്റംസ് by means of which the position or location of any place on Earth's surface can be determined and described. ഇതാണ് അതിന്റെ ബേസിക് ലക്ഷ്യം. അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം, ലാറ്റിറ്റ്യൂഡിനെ പറ്റി ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ലാറ്റിറ്റ്യൂഡ് നമുക്ക് പറയാം. സോ ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ പോയിന്റ്, ലാറ്റിറ്റ്യൂഡ്സ് ആർ ഹൊറിസോണ്ടലി റണ്ണിങ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടലി റൺ ചെയ്യുന്ന ലൈൻസ് ആണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് റൺ ചെയ്യുന്നവരാണ് എന്ത്? ലാറ്റിറ്റ്യൂഡ്. ഞാൻ ഈസ്റ്റ് ടു വെസ്റ്റ് എന്നോ വെസ്റ്റ് ടു ഈസ്റ്റ് എന്നോ പറയുന്നില്ല, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പോകുന്ന ആൾക്കാരാണ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഫിഗറിൽ ആർ ലാറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ലൈൻസ്. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈൻസ് ആണോ? ഒന്ന് നോക്കി നോക്കൂ. ആർ ലാറ്റിറ്റ്യൂഡ് ലൈൻസ്? ഫോർ എക്സാമ്പിൾ 80 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇത് ലൈൻ ആയിട്ടാണോ തോന്നുന്നത്? 8 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഞാനിവിടെ വരച്ചത്, ഇസ് ദാറ്റ് എ ലൈൻ? നോക്കുക. 70 ഡിഗ്രി ഞാൻ വരയ്ക്കുകയാണ്, ഇതൊരു ലൈൻ ആണോ? 60 ഡിഗ്രി ഒന്ന് വരയ്ക്കുകയാണ്, ഇതൊരു ലൈൻ ആണോ? അല്ലെങ്കിൽ ഇക്വേറ്റർ ഒന്ന് നോക്കി നോക്കൂ, കംപ്ലീറ്റ്ലി അപ്പുറത്തേക്ക് പോയി വരുന്നത്. Can I call latitude to be circles? അല്ലേ? നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇവിടെ ഒരു എർത്ത് ഉണ്ട്, ഈ എർത്തിന് ചുറ്റും ഞാനൊരു ലാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള ലാറ്റിറ്റ്യൂഡ് പോകുന്നത്. ആ ലാറ്റിറ്റ്യൂഡ് ഞാനിങ്ങനെ വരച്ചു, അത് ഞാൻ ഇങ്ങനെ എടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു സർക്കിൾ അല്ലേ? സോ വി ക്യാൻ സേ ലാറ്റിറ്റ്യൂഡ്സ് ആർ കംപ്ലീറ്റ് സർക്കിൾസ്. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ കംപ്ലീറ്റ് സർക്കിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ലാറ്റിറ്റ്യൂഡ്സ് they run horizontally in east west direction, then we can say latitudes are complete സർക്കിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ഏതെങ്കിലും രണ്ട് ലാറ്റിറ്റ്യൂഡ് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഡു എനി ലാറ്റിറ്റ്യൂഡ് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ? ഇല്ല. സോ വി ക്യാൻ സേ ലാറ്റിറ്റ്യൂഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. രണ്ട് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ തമ്മിൽ പാരലൽ ആണ്. ആൻഡ് ദേ നെവർ ഇന്റർസെക്ട്. അവരെവിടെയെങ്കിലും പോയി മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ടു ലാറ്റിറ്റ്യൂഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ദേ നെവർ ഇന്റർസെക്ട്. ടു ലാറ്റിറ്റ്യൂഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ദേ നെവർ ഇന്റർസെക്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം.
പിന്നെ എല്ലാ ലാറ്റ്യൂഡിനും ഈക്വൽ ലെങ്ത് ആണോ ഉള്ളത്? എല്ലാ ലാറ്റ്യൂഡിനും ഈക്വൽ ലെങ്ത് ആണോ? അല്ല, എല്ലാ ലാറ്റ്യൂഡിനും ഈക്വൽ ലെങ്ത് അല്ല. നിങ്ങൾ നോക്കിയോ, ഇക്വേറ്റർ ആകുമ്പോൾ എർത്തിന്റെ റേഡിയസ് ഏറ്റവും കൂടുതൽ ഇക്വേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒബ്വിയസ്ലി ഏറ്റവും വലിയ ലാറ്റ്യൂഡ് ഏതായിരിക്കും? ഇക്വേറ്റർ ആയിരിക്കും. ഇക്വേറ്ററിൽ നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും ലാറ്റ്യൂഡിന്റെ ലെങ്ത് എന്താ? കുറഞ്ഞ് വരും. എവിടെ നമ്മൾക്ക് ഇത്രയേ ലാറ്റ്യൂഡ് വരുന്നുള്ളൂ. കണ്ടോ? So the length of the latitude is decreasing as we move from equator to poles. Equator നിന്ന് പോൾസിലേക്ക് പോകുന്നതോറും ലാറ്റ്യൂഡിന്റെ ലെങ്ത് കുറഞ്ഞു വരികയാണ് അല്ലെ. ലെങ്ത് ഓഫ് ലാറ്റ്യൂഡ് ഈസ് ഡിക്രീസിങ്. ഈ ലാറ്റ്യൂഡിന് പേരിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇക്വേറ്റർ എന്ന് പറയുന്ന എർത്തിന്റെ ഓൾമോസ്റ്റ് സെൻട്രൽ കൂടെ പോകുന്ന ഏറ്റവും നീളം കൂടിയ ലാറ്റ്യൂഡിനെ നമ്മൾ 0 ഡിഗ്രി എന്ന് വിളിക്കുന്നു. അവിടുന്ന് മുകളിലേക്ക് ഇഫ് യു ലുക്ക് 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ നോർത്തിലേക്കും, അതേപോലെ 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ സൗത്തിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ലാറ്റ്യൂഡ്സ് എക്സ്റ്റെൻഡ് 0 to 90 ഡിഗ്രി ടു ദ നോർത്ത്, 0 to 90 ഡിഗ്രി ടു ദ സൗത്ത്. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ്? ലാറ്റ്യൂഡ്സ് ആർ റണ്ണിംഗ് ഹൊറിസോണ്ടലി ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻസ്. ലാറ്റ്യൂഡ്സ് ആർ കംപ്ലീറ്റ് സർക്കിൾസ്. Two latitudes are parallel to each other and they never intersect. Then പിന്നെ എന്തായിരുന്നു? Equator is the longest latitude and the length of the latitude decreases from equator to poles. Then latitudes extends from 0 degree at the equator to 90 degree to the poles. Equator 0 degree, അവിടെ നമ്മുടെ പോൾസ് ഒക്കെ നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും 90 ഡിഗ്രി എന്ന പോലെയാണ് എന്ത് ലാറ്റ്യൂഡ്സ് എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിലാണ് ലാറ്റ്യൂഡ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ബേസിക്കലി ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ലാറ്റ്യൂഡ്സിന് ഒരു ഡിഗ്രി എന്നൊരു മെഷർമെന്റ് കൊടുക്കുന്നത്? ഇപ്പൊ 0, 10, 20, 30 തൊട്ട് 90 വരെ നോർത്തിലേക്കും 90 വരെ സൗത്തിലേക്കും നമ്പേഴ്സ് കൊടുത്താൽ പോരെ? വൈ ഇറ്റ് ഈസ് ഗിവൺ ദ ടേം ഡിഗ്രി? ഡിഗ്രി എന്നൊരു ടേം നമ്മൾ എന്തിനു ഉപയോഗിക്കുന്ന? ഡിഗ്രി ഈസ് ബേസിക്കലി എ ടേം ദാറ്റ് വി യൂസ് ടു റെപ്രസെന്റ് ആംഗിൾസ് അല്ലെ. ആംഗിൾസ് റെപ്രസെന്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും ആംഗിളുടെ ഒരു ഗെയിം വരുന്നുണ്ട്. ആംഗിളുടെ ഒരു ഗെയിം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഓക്കെ, അവിടെ വരച്ചാൽ ശരിയാവില്ല, നമുക്ക് നീക്കി വരയ്ക്കാം. ഓക്കെ, സപ്പോസ് ഓക്കെ ഓക്കെ സപ്പോസ് ഇത് എർത്തിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് എർത്ത് സർഫസ്. ഇത് എർത്തിന്റെ സെൻട്രൽ മോസ്റ്റ് പോയിന്റ്, അതായത് ക്രസ്റ്റ് മാന്റിൽ കോർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൽ കോറിന്റെയും സെൻട്രൽ മോസ്റ്റ് പോയിന്റ് ആണ്. ഞാൻ ഈ പോയിന്റിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ നേരെ എർത്തിന്റെ സർഫസിലേക്ക് വരച്ചു. ഒരു ഹൊറിസോണ്ടൽ ലൈൻ അത് എവിടെ പോയി എർത്തിന്റെ സർഫസിൽ പോയി മുട്ടുന്നോ അവിടെയായിരിക്കും നമ്മുടെ ഇക്വേറ്റർ അഥവാ 0 ഡിഗ്രി. അപ്പൊ എർത്തിന്റെ സെൻട്രൽ മോസ്റ്റ് പോയിന്റിൽ ഇഫ് ഐ എം ഡ്രോയിങ് എ ഹൊറിസോണ്ടൽ ലൈൻ വേർ എവർ ഇറ്റ് മീറ്റ്സ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വേറ്റർ. ഞാൻ എന്നിട്ട് ഈ സെൻട്രൽ മോസ്റ്റ് പോയിന്റിൽ ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ ഞാൻ ഒരു 30 ഡിഗ്രി മെഷർ ചെയ്ത് വരച്ചു. 30 ഡിഗ്രി, ഇതാണ് 30 ഡിഗ്രി. ആ 30 ഡിഗ്രി എവിടെ പോയി മീറ്റ് ചെയ്യുന്നോ അതായിരിക്കും 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ദാറ്റ് വിൽ ബി 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഞാൻ താഴേക്ക് 60 ഡിഗ്രി വരച്ചു. ഈ 60 ഡിഗ്രി എവിടെ പോയി മീറ്റ് ചെയ്യുന്നോ അവിടെയായിരിക്കും എന്ത് 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ഓരോ ലാറ്റിറ്റ്യൂഡും ഒരു ആംഗിൾ ആണ്. എന്താണ് ആ ആംഗിൾ? എർത്തിന്റെ സെന്ററിൽ നിന്നും ഇക്വേറ്ററിനെ വെച്ച് നോക്കുമ്പോൾ എത്ര ആംഗിളിലാണ് ആ പെർട്ടിക്കുലർ പോയിന്റ് കിടക്കുന്നത് എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് എന്ത് അതിന്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് പറഞ്ഞത്? എർത്തിന്റെ സെന്ററിൽ നിന്ന് നോക്കുമ്പോൾ എർത്തിന്റെ സെന്ററിൽ നോക്കുമ്പോൾ ഇക്വേറ്ററിനെ ബേസ് ചെയ്ത് എത്ര ആംഗിളിലാണ് ഒരു പോയിന്റ് കിടക്കുന്നത് നോക്കുക. ഇക്വേറ്ററിനെ എർത്തിന്റെ സെന്ററിൽ വെച്ചപ്പോൾ 30 ഡിഗ്രി കിടക്കുന്ന പോയിന്റ് ആണെന്ന് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. 60 ഡിഗ്രി കിടക്കുന്നതാണെന്ത് 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ നമുക്ക് പറയുവാൻ പറ്റും. സോ എവറി ലാറ്റിറ്റ്യൂഡ് റെപ്രസെന്റ്സ് ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ടുവേർഡ്സ് ദി നോർത്ത് ഓർ സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ നോർത്തിലേക്കോ സൗത്തിലേക്കോ എത്ര ഡിഗ്രിയിൽ ആംഗിളിൽ കിടക്കുന്ന ഒരു പോയിന്റ് എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് എന്ത്? ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് ദി അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്നുള്ള റെപ്രസെന്റേഷൻ. ഇക്വേറ്ററിന്റെ ഒരു ഇക്വേറ്റർ വെച്ച് നോക്കുമ്പോൾ എർത്തിന്റെ സെന്ററിൽ നിന്ന് എത്ര ആംഗിളിൽ കിടക്കുന്ന റെപ്രസെന്റേഷൻ ആണ് എന്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ നോക്കി വെക്കുക എന്തൊക്കെയാണ് ലാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞത്. ദേ റൺ ഹൊറിസോണ്ടലി ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അല്ലെ. ഹൊറിസോണ്ടലി ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ലാറ്റിറ്റ്യൂഡ്സ് ആർ കംപ്ലീറ്റ് സർക്കിൾസ്. ദേ ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് നെവർ ഇന്റർസെക്ട്സ്. Then length of latitude decreases from equator to poles. Then latitude extends from 0 degree at the equator to 90 degree at the poles. അല്ലെ 0 ഡിഗ്രി ആണ് ഇക്വേറ്ററിൽ, അവിടെ 90 ഡിഗ്രി നോർത്തിലേക്കും 90 ഡിഗ്രി സൗത്തിലേക്കും.
പിന്നെ every latitude represents angular distance of a point towards the north or south of the equator. ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്കോ സൗത്തിലേക്കോ എത്ര ആംഗിളിൽ ഒരു പോയിന്റ് കിടക്കുന്ന റെപ്രസെന്റേഷൻ ആണ് എന്ത് ഓരോ ലാറ്റ്യൂഡും. അടുത്ത് നോക്കൂ, ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലാറ്റ്യൂഡ്സ്. രണ്ട് ലാറ്റ്യൂഡ്സ് തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും സെയിം ആയിക്കൊള്ളുന്നില്ല. ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം 111 കിലോമീറ്റർ ആണ് രണ്ട് ലാറ്റ്യൂഡ്സ് തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ലാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാറ്റിറ്റ്യൂഡിനെ പറ്റി ബേസിക്കലി ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ് ഇത്രയും പറഞ്ഞത്. ഇനി എർത്തിൽ നമ്മൾ 0 to 90 ഡിഗ്രി ഉള്ള പല പല ലാറ്റിറ്റ്യൂഡ്സ് പറഞ്ഞല്ലോ. ഈ ലാറ്റിറ്റ്യൂഡ്സ് അല്ലാതെ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനുണ്ട്. ലാറ്റിറ്റ്യൂഡ്സ് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു റിമെമ്പർ റിഗാർഡിങ് സം ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ 0 ഡിഗ്രി എന്ന് പറഞ്ഞതിനെ നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിക്കുന്നു. Then we have a latitude at 23 ഡിഗ്രിയിൽ നമ്മൾ പറയുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 ഡിഗ്രി സൗത്തിൽ വരുന്ന ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, 66.5 ഡിഗ്രി നോർത്തിൽ വരുന്ന ആർട്ടിക് സർക്കിൾ, 66.5 ഡിഗ്രി സൗത്തിൽ വരുന്ന അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, ഇമ്പോർട്ടന്റ് ലാറ്റിറ്റ്യൂഡ്സിന്റെ പേരുകളാണ് പറഞ്ഞത്. ഒന്ന് ഇക്വേറ്റർ 0 ഡിഗ്രി, then 23.5 degree north tropic of Cancer, 23.5 degree south tropic of Capricorn, 66.5 degree north Arctic circle, 66.5 degree south Antarctic circle. ഈ ലാറ്റ്യൂഡ്സും സിഗ്നിഫിക്കന്റ് ആണ്. കാരണം 23-66 എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് നമ്പർ ഒന്നും ഹോൾ നമ്പർ അല്ലല്ലോ. എന്നിട്ട് നമ്മൾ അതിന് എന്ത് സിഗ്നിഫിക്കന്റ് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23-66 എന്നുള്ള നമ്പർ നമ്മൾ ഇതിന് മുമ്പ് എവിടെയോ സംസാരിച്ചിട്ടില്ലേ? എവിടെയാണ് സംസാരിച്ചിട്ടുള്ളത്? വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് റിഗാർഡിംഗ് when we were discussing the inclination of earth. അപ്പോൾ അതൊരു ആംഗിളിലെ ചരിവ, ഇതും ഒരു ആംഗിളിന്റെ ഗെയിമാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. അതിന്റെ കണക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടാകും. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കൂ. ഇക്വേറ്റർ ഇറ്റ് സെർവ്സ് ആസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ മെഷറിംഗ് ലാറ്റിറ്റ്യൂഡ് അല്ലെ? ലാറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്ത്? ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഇസ് ദി ലോങ്സ്റ്റ് ലാറ്റിറ്റ്യൂഡ് ലൈൻ അല്ലെ? ഏറ്റവും നീളം കൂടിയ ലാറ്റിറ്റ്യൂഡ് ആണ് എന്ത്? ഇക്വേറ്റർ. ഏകദേശം 40,000 കിലോമീറ്ററോളം വരുന്നുണ്ട് അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ രാജ്യത്ത് കൂടിയാണ് ഇക്വേറ്റർ കടന്നു പോകുന്നത്? നമ്മളത് മാപ്പ് സ്റ്റഡിയിൽ ഒന്നുകൂടി നോക്കാം. മാപ്പ് വെച്ചിട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയുന്നു, കൊളംബിയ, ഇക്വഡോർ, ബ്രസീൽ എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, സാവോ ടോമ ആൻഡ് പ്രിൻസിപ്പെ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗാബൺ, ഉഗാണ്ട, കെനിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദി കോങ്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ, സൊമാലിയ ഓൾസോ ആഫ്രിക്ക, ദെൻ മാൽദീവ്സ്, ഇന്തോനേഷ്യ ആൻഡ് കിരിബാറ്റി. മാൽദീവ്സ്, ഇന്തോനേഷ്യ മാത്രമാണ് ഏഷ്യൻ രാജ്യങ്ങൾ. കിരിബാറ്റി ഐലൻഡ് പസഫിക് ഓഷനിലെ ഒരു ഐലൻഡ് ആണ്. ഇത്രയും രാജ്യങ്ങൾ കടന്നു പോകുന്നു. മാപ്പ് സ്റ്റഡി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കും. എന്നാലും ജസ്റ്റ് ഇക്വേറ്ററോട് പറഞ്ഞപ്പോൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നുള്ളൂ. ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 23.5 ഡിഗ്രി നോർത്ത് ആണെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദി മാക്സിമം നദേൺ മോസ്റ്റ് പോയിന്റ് അപ് ടു ദി സൺ ഗോസ്. സൺ വെർട്ടിക്കലി എർത്തിൽ ഷൈൻ ചെയ്യുന്ന, തലയ്ക്ക് മുകളിൽ ഷൈൻ ചെയ്യുന്ന ഏറ്റവും നദേൺ മോസ്റ്റ് പോയിന്റ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എർത്തിന് ഇൻക്ലിനേഷൻ കാരണമാണ്. So it is the northernmost parallel that the sun can be directly overhead. നമ്മൾ ഇത് പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. The sun reaches its greatest declination north and is directly over the tropic of Cancer during summer solstice, June 21. കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ പേടിക്കേണ്ട, സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് പഠിക്കുന്നതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. പക്ഷെ കണക്ഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഏതൊക്കെ രാജ്യങ്ങൾ കൂടിയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോവുക? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അൾജീരിയ ഉണ്ട്, നൈജർ ഉണ്ട്, ഈജിപ്റ്റ്, സൗദി അറേബ്യ, ലിബിയ, UAE, ഒമാൻ, മ്യാൻമാർ, ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്, ബഹാമാസ്, മെക്സിക്കോ, മോറിഷ്യാന ആൻഡ് മാലി. ജസ്റ്റ് ലിസ്റ്റ് തന്നേ ഉള്ളൂ. മാപ്പ് വെച്ചിട്ട് നമ്മൾ വേറെയും നോക്കുന്നുണ്ടാകും. ദെൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സൂര്യൻ നോർത്തിൽ ഏറ്റവും നദേൺ മോസ്റ്റ് പോയിന്റിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്ന പോയിന്റാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എങ്കിൽ സൂര്യൻ സദേൺ മോസ്റ്റ് പോയിന്റിൽ ഏറ്റവും താഴെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന പോയിന്റാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതായത് സൂര്യനെ ഏറ്റവും സൗത്തിൽ പോകുന്ന വെർട്ടിക്കലി ഷൈൻ ചെയ്യുന്ന പോയിന്റാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇറ്റ് കറസ്പോണ്ട്സ് സദേൺ മോസ്റ്റ് ഡിക്ലിനേഷൻ ഓഫ് ദി സൺസ് എക്ലിപ്റ്റിക് ടു ദി ഇക്വേറ്റർ. വിന്റർ സോളിസ്റ്റൈസിൽ സൂര്യനെ ആരുടെ മുകളിലേക്കായിരിക്കും? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലായിരിക്കും. അത് നമ്മൾ ഫിഗറിൽ ഞാൻ കാണിച്ചു തരാം. ഏതൊക്കെ രാജ്യങ്ങളൂടെ കടന്നു പോകുന്നു? പാസിംഗ് ത്രൂ അർജന്റീന, ചിലി, നമീബിയ, സൗത്ത് ആഫ്രിക്ക, മദഗസ്കർ, ഓസ്ട്രേലിയ, ബ്രസീൽ, പരാഗ്വേ, ബോട്സ്വാന ആൻഡ് മൊസാംബിക് എന്ന രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ദെൻ ആർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി നോർത്ത് ആണ്. ആർട്ടിക് സർക്കിൾ 66 ഡിഗ്രി നോർത്ത്. ഇറ്റ് ഇസ് സദേൺ മോസ്റ്റ് latitude at which the phenomenon of midnight sun occurs. അതായത് സൂര്യൻ അസ്തമിക്കാത്തൊരവസ്ഥ വരുന്നത്. Okay, എന്താണ് midnight sun? It refers to the period during the summer solstice when the sun remains visible above the horizon for 24 hours.
പേടിക്കേണ്ട, സെപ്പറേറ്റ് ടോപ്പിക്കായി പഠിക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അതെന്താണ് നമ്മൾ അവിടെ പഠിക്കും. ഏതൊക്കെ രാജ്യങ്ങൾ കടന്നു പോകുന്നു? ഡെൻമാർക്ക്, ഗ്രീൻലാൻഡിന്റെ ഭാഗമായ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, റഷ്യ, കാനഡ, ഐസ്ലാൻഡ് ആൻഡ് USA. ഇത്രയും ഭാഗത്തൂടെ കടന്നു പോകുന്നു എന്ത്? ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. ദെൻ അന്റാർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി സൗത്ത്, 66 ഡിഗ്രി സൗത്ത് ആണ്. ഇറ്റ് ഈസ് ദി northernmost latitude at which phenomenon of midnight sun occurs in southern hemisphere. southern hemisphere midnight sun നോക്കുന്ന southernmost point ആണ്. ഇതിൽ കൂടെ ഒരു രാജ്യവും കടന്നു പോകുന്നില്ല, അന്റാർട്ടിക്കയുടെ ഭാഗത്താണ്. അപ്പൊ ഈ ലാറ്റ്യൂഡ്സിന്റെ പേരുണ്ടെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. സണ്ണിന്റെ കേസ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് ഇൻസ്റ്റലേഷണൽ ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇതാണ് എന്ത്? ലാറ്റ്യൂഡിൽ വരുന്ന കാര്യം. ഇനി നമുക്ക് ആരുണ്ട്? ലോഞ്ചിറ്റ്യൂഡ്സ് വരുന്നുണ്ട്. ലോഞ്ചിറ്റ്യൂഡ്സ് പറഞ്ഞാൽ ഇങ്ങനെ റൺ ചെയ്യുന്നത്. അപ്പൊ ലാറ്റ്യൂഡ് പറഞ്ഞതുപോലെ ഞാൻ ലോഞ്ചിറ്റ്യൂഡ് പറയാം. ലാറ്റ്യൂഡിൽ നമ്മൾ പറഞ്ഞത് എന്താ? ദേ ആർ ഹൊറിസോണ്ടലി റണ്ണിങ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ആർ വെർട്ടിക്കലി റണ്ണിങ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ലാറ്റിറ്റ്യൂഡ്സ് ആർ കംപ്ലീറ്റ് സർക്കിൾസ്. ലോഞ്ചിറ്റ്യൂഡ് എന്താ? ഞാനൊരു ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. എങ്ങനെ വരച്ചാലും എന്താ? ലോഞ്ചിറ്റ്യൂഡ്സ് ആർ സെമി സർക്കിൾസ് അല്ലേ? ഒരു സർക്കിളിലെ പകുതിയല്ലേ? ഇവിടെ ഒരു എർത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങനെ വരച്ചിട്ട് അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് ബേസിക്കലി ഹാഫ് ഓഫ് ദി സർക്കിൾ അല്ലേ? സോ ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ബേസിക്കലി സെമി സർക്കിൾ. സെമി സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദേ ആർ സെമി സർക്കിൾസ്. ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ പറഞ്ഞു, they are parallel to each other, they never intersect. അവർ തമ്മിൽ പാരലൽ ആണ്, അവരുടെ ഇന്റർസെക്ട് ചെയ്യില്ല നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡിനെ പറ്റി. ലോഞ്ചിറ്റ്യൂഡ് ഒന്ന് നോക്കൂ. ലിസൺ ടു ലോഞ്ചിറ്റ്യൂഡ്. യു ക്യാൻ സീ എല്ലാ ലോഞ്ചിറ്റ്യൂഡ് എവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്? ദിസ് ലോഞ്ചിറ്റ്യൂഡ് ആർ മീറ്റിംഗ് അറ്റ് ദി പോൾസ്. പോൾസിൽ പോയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, രണ്ട് ലോഞ്ചിറ്റ്യൂഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇക്വേറ്ററിൽ ഏറ്റവും കൂടുതലാണ്. ആസ് വി മൂവ് ടുവേർഡ്സ് പോൾസ്, ഇക്വേറ്ററിന് പോൾസിലേക്ക് പോകും തോറും ഡിസ്റ്റൻസ് കുറഞ്ഞ് വന്ന് അത് അവരവിടെ പോയി മീറ്റ് ചെയ്യുന്നു, പോൾസിൽ പോയിട്ട് മീറ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലോഞ്ചിറ്റ്യൂഡ്സ് ഈസ് മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ടു ഫൈനലി ഇന്റർസെക്ട് അറ്റ് ദി പോൾസ്. ഓക്കെ, ഇക്വേറ്ററിൽ അത് മാക്സിമം ആണ്. ഇക്വേറ്ററിന് കുറഞ്ഞ് പോയിട്ട് പോൾസിൽ പോയിട്ട് അത് എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഡിക്രീസിംഗ്. ഇറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലോഞ്ചിറ്റ്യൂഡ് ഈസ് മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ടു ഫൈനലി ഇന്റർസെക്ട് അറ്റ് ദി പോൾസ്. കുറഞ്ഞ് പോയിട്ട് പോൾസിൽ പോയിട്ട് മീറ്റ് ചെയ്യാന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡ്സ് ഈസ് മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ടു ഫൈനലി ഇന്റർസെക്ട് അറ്റ് ദി പോൾസ്. പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇക്വേറ്റർ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ പറഞ്ഞത് ഇക്വേറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? ലോങ്സ്റ്റ് സർക്കിൾ അല്ലെങ്കിൽ ലോങ്സ്റ്റ് ലാറ്റിറ്റ്യൂഡ്. ഇക്വേറ്ററിന് പോൾസിലേക്ക് പോകുന്നതോറും ലെങ്ത് കുറഞ്ഞു വരുന്ന കാര്യം പറഞ്ഞു. ഇവിടെ നമുക്കറിയാം എന്ത്? ഓൾ ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത് അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ലോഞ്ചിറ്റ്യൂഡ് ആയാലും ഇങ്ങനെ വരുന്ന ലോഞ്ചിറ്റ്യൂഡ് ആയാലും ഇങ്ങനെ വരുന്ന ലോഞ്ചിറ്റ്യൂഡ് ആയാലും അപ്പറേ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് ആയാലും എല്ലാം ഈക്വൽ ലെങ്ത് ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനെ പറ്റി എന്തൊക്കെ പറയാം? ദേ ആർ വെർട്ടിക്കലി റണ്ണിങ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്ന് നമുക്ക് പറയാം അല്ലേ? 2, ദേ ആർ സെമി സർക്കിൾസ് എന്ന് പറയാം. 3, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലോഞ്ചിറ്റ്യൂഡ് ഈസ് മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ടു ഫൈനലി ഇന്റർസെക്ട് അറ്റ് ദി പോൾസ്. പിന്നെന്താ പറയാം? ഓൾ ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ലാറ്റിറ്റ്യൂഡ്സിന്റെ കേസിൽ നമുക്ക് ഇക്വേറ്റർ എന്ന് പറഞ്ഞ 0 ഡിഗ്രി ചൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം എർത്തിന്റെ സെൻട്രൽ കൂടെ ഓൾമോസ്റ്റ് കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ലോഞ്ചിറ്റ്യൂഡ് എടുത്താൽ മതി. അവിടുന്ന് മുകളിലേക്ക് 90, താഴേക്ക് 90. ഇവിടെ എല്ലാ ലോഞ്ചിറ്റ്യൂഡും ഈക്വൽ ലെങ്ത് ആണ്. എല്ലാ ലോഞ്ചിറ്റ്യൂഡും ഒരേപോലെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയെ. എങ്ങനെ നമുക്ക് 0 ഡിഗ്രി ചൂസ് ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി ചൂസ് എ പർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡ് ടു ബി 0 ഡിഗ്രി? എങ്ങനെ നമുക്കൊരു 0 ഡിഗ്രി ചൂസ് ചെയ്യാൻ പറ്റും? അതിനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രൊപ്പഗേറ്റേഴ്സ് ആണ് സ്വയം വിശ്വസിച്ചിരുന്ന ആരാണ്? യൂറോപ്യൻസ് ആണ്. അപ്പോൾ ബ്രിട്ടീഷ് ആയിരുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളും ഭരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദർ വാസ് എ റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. ഒരു റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഉണ്ട്. ഞാൻ സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇൻ ഗ്രീൻവിച്ച്, ലണ്ടൻ. ഓക്കെ, ലണ്ടനിലൊരു റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഉണ്ട്. അപ്പോൾ ലണ്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിൽ കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ എടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു അതാണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അതാണ് പ്രൈം മെറീഡിയൻ എന്നങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഫിഗറിൽ റെഡ് കളറിൽ കാണുന്നതാണ് പ്രൈം മെറീഡിയൻ. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ UK. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റാൻഡം ആയിട്ടൊരു സ്ഥലം ചൂസ് ചെയ്യാനായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ലണ്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിൽ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്താണോ അതിന് നമ്മൾ എന്താക്കി എടുത്തു? 0 ഡിഗ്രി ആക്കി എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് 180 ഡിഗ്രി, വെസ്റ്റിലേക്ക് 180 ഡിഗ്രി, ഈസ്റ്റിലേക്ക് 180 ഡിഗ്രി എന്ന രീതിയിൽ എടുത്തു.
ഓക്കെ, സോ പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അതിലേക്കൂടെ കടന്നു പോകുന്നു. ലണ്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി കടന്നു പോകുന്നു. അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് 180 ഡിഗ്രി, വെസ്റ്റിലേക്ക് 180 ഡിഗ്രി എന്ന രീതിയിൽ നമ്മൾ കൗണ്ട് ചെയ്തെടുത്തു. അപ്പൊ ഈസ്റ്റിലേക്ക് 180, ഇപ്പൊ ഇതാണ് പ്രൈം മെറിഡിയൻ എങ്കിൽ ഇപ്പൊ ഞാൻ ലൈക്ക് ഇഫ് മൈ നോസ് വരുന്ന ഈ ലൈനാണ് പ്രൈം മെറിഡിയൻ. ഇവിടെ നിന്ന് ഇങ്ങനെ 0, 10, 20, 30, 40 തൊട്ട് ബാക്കിൽ സ്ട്രൈറ്റ് വരുന്ന ലൈൻ വരെ 180 ഡിഗ്രി. അതേപോലെ ഇവിടെ നിങ്ങളും 0, 1, 10, 20, 30 തൊട്ട് ബാക്കിൽ ഇത് ഇവിടെ പോയി മീറ്റ് ചെയ്യും, 180ൽ പോയി മീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ 180 ടു വൺ സൈഡ്, 180 ടു അതർ സൈഡ്, ടോട്ടൽ 360 ഡിഗ്രിയുടെ ലോഞ്ചിറ്റ്യൂഡ്സ് നമുക്കുണ്ട്. വി ഹാവ് ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡ്സ് ഓഫ് 360 ഡിഗ്രി. 180 ഡിഗ്രി ടു ദ ഈസ്റ്റ്, 180 ഡിഗ്രി ടു ദ വെസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്നതാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡ്സിന്റെ കേസ്. അപ്പൊ അങ്ങനെയാണ് പ്രൈം മെറിഡിയൻ എടുത്തത്. ഇത് എന്തുകൊണ്ടാണ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എടുക്കുവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് സമയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത് സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. സൺറൈസ് സൺസെറ്റ് അങ്ങനെയാണ് നമ്മളൊരു ദിവസം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ദിവസം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സൂര്യനെ വെച്ചിട്ടല്ലേ. അപ്പോ ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എർത്താകുന്ന ഞാൻ ഒരു പ്രാവശ്യം കറങ്ങുക എന്ന് പറയുമ്പോൾ, ഇതാ ഇങ്ങനെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഐ എം റൊട്ടേറ്റിംഗ് 360 ഡിഗ്രി അല്ലേ, 360 ഡിഗ്രിയാണ് ഞാൻ കറങ്ങുന്നത്. ഇപ്പോൾ എന്റെ പ്രൈം മെറിഡിയൻ നിങ്ങളെ ഫേസ് ചെയ്യുന്നു, നിങ്ങളാണ് സൂര്യൻ. അത് കഴിയുമ്പോൾ കുറച്ച് കറങ്ങുമ്പോൾ 10 ഡിഗ്രി ഫേസ് ചെയ്യുന്നു, 20 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, അങ്ങനെ കറങ്ങി 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 ഇപ്പോൾ 180 ഡിഗ്രിയും നിങ്ങൾ 180 ഡിഗ്രി ലോഞ്ചിലൂടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. വീണ്ടും 170, 160, 150, 130 വരെ പോയി പിന്നെയും 0 ഡിഗ്രി ഫേസ് ചെയ്യുമ്പോഴാണ് ഒരു ദിവസം കംപ്ലീറ്റ് ആവുന്നത്. അതായത് 360 ഡിഗ്രി കറങ്ങുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആകുന്നു. അതായത് എന്റെ ശരീരത്തിലുള്ള, അതായത് എർത്താവുന്ന എന്നിലുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് 360 ലോഞ്ചിറ്റ്യൂഡും ഒരു പ്രാവശ്യം സൂര്യനെ കണ്ട് കറങ്ങി വീണ്ടും വരുമ്പോഴാണ് എന്ത് ഒരു ദിവസം കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അതിനെ ടൈമുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുവാൻ പറ്റും. So we will be studying the concept of time in the next class. ആ കോൺസെപ്റ്റ് ഓഫ് ടൈമിന്റെ ബേസിലായിരിക്കും നമ്മൾ ലൈക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈക്ക് ഈ ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ടൈം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് നോക്കാം റിഗാർഡിംഗ് ലോഞ്ചിറ്റ്യൂഡ്സ്. വിൽ സീ റിഗാർഡിംഗ് ലോഞ്ചിറ്റ്യൂഡ്സ്. സോ ലോഞ്ചിറ്റ്യൂഡ്സ് they run vertically in north south direction. നമ്മൾ പറഞ്ഞല്ലോ vertically north south directionലാണ് ലോഞ്ചിറ്റ്യൂഡ്സ് റൺ ചെയ്യുന്നത്. They are semi circles. അപ്പൊ കംപ്ലീറ്റ് സർക്കിൾസ് അല്ല, സെമി സർക്കിൾസ് ആണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഓക്കെ, the distance between two longitudes are maximum at the equator and reduces to intersect at the poles. രണ്ട് ലോഞ്ചിറ്റ്യൂഡ് തമ്മിൽ ഏറ്റവും അകലത്തിലിരിക്കുന്ന എവിടെ ഇരിക്കുമ്പോഴാ it's basically when they are at the equator. ഇക്വേറ്ററിൽ നമ്മൾ മുകളിലേക്ക് പോകുന്നവരും താഴേക്ക് പോകുന്നവരും ലെങ്ത് കുറഞ്ഞ് ഡിസ്റ്റൻസ് കുറഞ്ഞ് വന്ന് they will be meeting at the poles. അവരവിടെ പോയി മീറ്റ് ചെയ്യുന്നു, പോൾസ് വെച്ച് മീറ്റ് ചെയ്യുന്നു. Then all longitudes are of equal length. എല്ലാ ലോഞ്ചിറ്റ്യൂഡും എന്താണ്? ഈക്വൽ ലെങ്ത് ആണ്. Longitude passing through Royal Astronomical Observatory in Greenwich, London is considered as the prime meridian. അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 0 ഡിഗ്രി എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിന്റെ 0 ഡിഗ്രി നമ്മൾ എടുത്തത് എങ്ങനെയാണ്? The longitude passing through the Royal Astronomical Observatory in Greenwich, London was considered to be the prime meridian. And longitude extends from 0 to 180 degree to the east and 180 degree to the west. 0 നിന്ന് 180 ഡിഗ്രി ഈസ്റ്റിലേക്കും 180 ഡിഗ്രി വെസ്റ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണുള്ളത്. ഇത്രയുമാണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിന്റെ ബേസിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? കോൺസെപ്റ്റ് ഓഫ് ടൈം എന്നൊരു കാര്യം പഠിക്കാനായിട്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നുണ്ടാവും. സോ നമ്മൾ ഇന്ന് ബേസിക്സ് വെച്ചാണ് തുടങ്ങിയത്. ബേസിക്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ എർത്തിന്റെ ബേസിക് ആയുള്ള എർത്തിന്റെ ഷേപ്പ് എന്താണ്, സൈസ് എന്താണ്, എർത്തിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് എർത്തിലെ ഇമ്പോർട്ടന്റ് മൂവ്മെന്റ്സ്, റൊട്ടേഷൻ അതിന് റിസൾട്ടായിട്ട് എന്തുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. റെവല്യൂഷൻ അതിന് റിസൾട്ടായിട്ട് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നോക്കി. ദെൻ വി സീ റിഗാർഡ് ദി ഇൻക്ലിനേഷൻ ഓഫ് എർത്ത്. എന്നിട്ട് നമ്മൾ എർത്തിന്റെ ബേസിക് ആയ എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ലാറ്റിറ്റ്യൂഡിന്റെ ലോഞ്ചിറ്റ്യൂഡിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അത് ലൈക്ക് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതോറും അതിന്റെ പുറത്തായിരിക്കും കുറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് ആ ബേസിക് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് ടൈം ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ്. ദാറ്റ് വിൽ ബി ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കാം. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി കോർ കോൺസെപ്റ്റ് ഓഫ് ക്ലൈമറ്റോളജി. ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകും. ഓക്കെ, സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.